ചില ദ്രാവിഡിയൻ ക്രിക്കറ്റ് വിശേഷങ്ങൾ. ദ്രാവിഡ് നിറഞ്ഞാടിയ 2 ദശകങ്ങളിലെ ക്രിക്കറ്റിന് സാക്ഷിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ പതിഞ്ഞു കിടപ്പുണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്നതും എന്നാൽ നിങ്ങൾ മറന്നതുമായ ചില വിശേഷങ്ങളിതാ. ടെസ്റ്റിൽ ദ്രാവിഡ് എടുത്ത ക്യാച്ചുകൾ 210 എന്നാൽ അതിൽ പാതിയോളം ക്യാച്ച് 2 ബൗളേഴ്സിന്റെ ബൗളിംഗിലായിരുന്നു എന്ന സത്യം എത്ര പേർക്കറിയാം? അനിൽ കുംബ്ലെയുടെ ബൗളിംഗിൽ 55 ക്യാച്ചും ഹർഭജൻ സിംഗിന്റെ ബൗളിംഗിൽ 51 ക്യാച്ചുമാണ് ദ്രാവിഡ് നേടിയിട്ടുള്ളത്. ദ്രാവിഡ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളതുമായ ഗ്രൗണ്ട് കൽക്കട്ടയിലെ ഈഡൻ ഗാർഡനാണ്. 9 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 68.71 റൺസിന്റെ ശരാശരിയിൽ 962 റൺസ് ഈഡനിൽ നേടിയപ്പോൾ അതിൽ 4 സെഞ്ചുറികൾ കൂടി പിറന്നിരുന്നു. ടെസ്റ്റിൽ രാഹുൽ ദ്രാവിഡിന് 1 വിക്കറ്റും ഏകദിനത്തിൽ 4 വിക്കറ്റുമാണ് ബൗളർ എന്ന നിലയിൽ സമ്പാദ്യം. ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന്റെ റിഡ്ലി ജേക്കബിന്റെ വിക്കറ്റ് നേടിയപ്പോൾ ഏകദിനത്തിൽ 4-ൽ 3 സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരും 1 പാകിസ്ഥാനി ബാറ്ററുമായിരുന്നു ഇര. ലാൻസ് ക്ലൂസ്നർ, ഗാരി ക്രിസ്റ്റൻ, ഷോൺ പൊല്ലോക്ക്, സയ്യിദ് അൻവർ എന്നിവരായിരുന്നു ആ ഇരകൾ. ദ്രാവിഡ് ടെസ്റ്റിൽ ഒരിക്കൽ പോലും ഗോൾഡൻ ഡക്കായിട്ടില്ല. എന്നാൽ ഒരിക്കൽ 2024 പാകിസ്ഥാനെതിരെ ഒരിക്കൽ ഡയമണ്ട് ഡക്കായിട്ടുമുണ്ട്. ടെസ്റ്റിൽ ദ്രാവിഡിന്റെ വിക്കറ്റ് വേട്ടയിൽ മുമ്പന്മാർ 12 തവണ ദ്രാവിഡിനെ ഔട്ടാക്കിയ ബ്രൈഡ് ലീയും 8 തവണ ഔട്ടാക്കിയ ഷെയ്ൻ വോണുമായിരുന്നെങ്കിൽ ഏകദിനത്തിൽ അത് 6 തവണ വീതം ഔട്ടാക്കിയ സന്നദ്ധ് ജയസൂര്യയും അബ്ദുക്കർ റസാഖുമായിരുന്നു.